ആർക്ക് വേണമെങ്കിലും സ്വർണം കൊണ്ടുവരാം. കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ടാക്സ് അടക്കണം. ആ ടാക്സ് ആണ് ഇവർ വെട്ടിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് കളവ് മുതലല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമാണിത്. അൻവറിയൻ ഇന്ന് സഖാവല്ല. അൻവറിയൻ ഇന്നലെ സഖാവായിരുന്നുമില്ല. അൻവറിയൻ നാളെയുടെ സഖാവാകുകയുമില്ല. എന്നുവെച്ചാൽ അൻവറിയൻ ഇന്നലെ എന്തായിരുന്നു, ഇന്നെന്താണ്, അല്ലെങ്കിൽ നാളെ എന്താവും? സത്യത്തിൽ അതൊന്നും ആരും ആലോചിക്കേണ്ട ഒരു ആവശ്യവുമില്ല. സമൂഹം അറിയേണ്ടതും ഉറപ്പിക്കേണ്ടതും ഒരൊറ്റ കാര്യം മാത്രമാണ്. അൻവറിയൻ എന്നും ഒന്നാന്തരം ഒരു സ്വാർത്ഥൻ മാത്രമായിരിക്കും. ഇന്നലെയും ഇന്നും നാളെയും അത് അങ്ങനെ തന്നെയാവും. സത്യം, അൻവറിയൻ ഒന്നാന്തരം സ്വാർത്ഥിസ്റ്റാണ്. കുശാഗ്രബുദ്ധി, കൗശലചിന്ത, നീചവൃത്തി, കുടിലതന്ത്രം, ചതിവിരുത്, വഞ്ചനാസക്തി, ഒറ്റുപാടവം മുതലായിട്ടുള്ള സവിശേഷ സിദ്ധികളൊക്കെ ഒത്തിണങ്ങിയിട്ടുള്ള ഒന്നാന്തരം ഒരു സ്വാർത്ഥിസ്റ്റ്. എന്നാൽ അൻവറിയന്റെ ഈ പ്രകൃതങ്ങളിൽ നിന്നും സഹജീവികളെയും സമൂഹത്തെയും രക്ഷിക്കാനായി നമ്മുടെ പ്രകൃതി അൻവറിയന് വലിയൊരു ന്യൂനതയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മണ്ടത്തരം പച്ച വെളിച്ചം തെളിച്ചു കൊടുത്ത് വഴി നടത്തിക്കുന്ന ഒന്നാന്തരം അഹന്ത. അൻവറിയനിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാനായി പ്രകൃതി അൻവറിയന് സമ്മാനിച്ച ഒരു മഹാന്യൂനത അതുതന്നെയാണ് അൻവറിയൻ പേറുന്ന മണ്ടത്തരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അഹന്ത. താനൊരു സംഭവമാണ്. തന്റെ കടിഞ്ഞാണിലാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അഹന്ത മൂലം അങ്ങനെ ഒരു ധാരണ നമ്മുടെ അൻവറിയൻ വെച്ചു പുലർത്തിയിരുന്നു, അല്ലേ? അതാണ് ശരിക്കും അബദ്ധമായത്. അൻവറിയൻ തെളിക്കുന്ന പച്ച വെളിച്ചത്തിലൂടെ മാത്രം വഴി നടക്കുന്നവരായി കേരളത്തിലെ പോലീസ് സേന പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. നിലവിലെങ്കിലും അങ്ങനെ മാറിയിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റൂ പോകാൻ. നിലവിൽ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെറിയൻ സാഹിബിനു വേണ്ടി കാക്കിയിട്ട ഒരു കൊട്ടേഷൻ സംഘത്തെ പോലെ പ്രവർത്തിക്കാൻ കേരളത്തിലെ പോലീസ് സേന ഒട്ടും തന്നെ തയ്യാറായില്ല. അങ്ങനെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ശ്രീ ഷാജൻ സ്കറിയ ഇപ്പോൾ ജയിലിൽ കമ്പി എണ്ണി കഴിഞ്ഞേനെ. പോലീസ് സേന അങ്ങനെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ തന്റെ പാർക്കിൽ നിന്നും കളവ് പോയ കമ്പി ഇപ്പോൾ കണ്ടെടുത്തു കൊടുത്തേനെ. അതുണ്ടായില്ല. അതായത് ഷാജൻ സ്കറിയ കമ്പി എണ്ണിയുമില്ല, കളവ് പോയ തന്റെ കമ്പി കളഞ്ഞു കിട്ടിയുമില്ല. എടോ വെറിയ, ആ പൊക്കിക്കൊണ്ടുപോയ തന്റെ കമ്പിക്ക് എന്ത് വില വരൂടോ? 9 ലക്ഷം. അതാണ് വെറിയൻ സാഹിബിന്റെ 9 ലക്ഷം രൂപയ്ക്കുള്ള കമ്പിയാണ് കളവ് പോയത്. പിന്നെ വിഷമം വരാതിരിക്കുമോ? എന്താ പറയാ? ആ അതെ. അപ്പോൾ അത്രയും ഏതാണ്ട് 2300 ചില്ലുവാനും വരുന്ന, അല്ലെങ്കിൽ അത്രയും ഭാരമുള്ള കമ്പിയാണ് കള്ളൻ കൊണ്ടുപോയത്. വിഷമുണ്ടാവാതിരിക്കും. ഒരു കാര്യം ഓർക്കണം, കിടപ്പറയിൽ വന്ന് സ്വന്തം കവയിടുക്കിൽ നിന്നും തന്റെ കളിയോടൊക്കെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തിരുട്ട് ഗ്രാമത്തിലെ തസ്കര ശ്രേഷ്ഠന് എന്തുമാത്രം മനപ്രയാസം ഉണ്ടാവും, എത്രമാത്രം മനപ്രയാസം ഉണ്ടാവും. എത്ര ഉണ്ടാവുമോ അതിലും വലിയ മനപ്രയാസമായിരിക്കും വെറിയൻ സാഹിബിന് തന്റെ കമ്പി മോഷണം ഉണ്ടാക്കി കൊടുത്തിരിക്കുക. കൊടും പകയുടെ ഈ 2 കമ്പികളിട്ട് വാർത്ത അടിത്തറയിലാണ് നമ്മുടെ ഈ ഹരിത നവകേരളത്തിൽ ഇപ്പോൾ വെറിയൻ സാഹിബ് തന്റെ നീതിമാന്റെ വേഷം കെട്ടിപ്പടുത്തുയർത്തിയിരിക്കുന്നത്. വെറിയൻ സാഹിബിന്റെ താല്പര്യപ്രകാരം ഷാജൻ സ്കറിയയെ പിടിച്ച് നമ്മുടെ പോലീസ് ജയിൽ കമ്പികൾ എണ്ണിച്ചിരുന്നുവെങ്കിൽ, കളവ് പോയ തന്റെ കമ്പി സ്വന്തം കമ്പിയായി കണ്ട് പോലീസ് സേന പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, അതുപോലെ തീവ്ര സമാധാന പ്രേമികളായിട്ടുള്ള യുവ ഹരിത കേരളീയരുടെ മൂലം തുരന്ന് പോലീസ് സേന കനകക്കണ്ടികൾ തോണ്ടിയെടുക്കാതെ ഇരുന്നു എങ്കിൽ, അങ്ങനെയെങ്കിൽ നീതിമാൻ വേഷത്തിൽ വെറിയൻ സാഹിബിനെ കാണാനുള്ള ഭാഗ്യം ഈ ഹരിത കേരളീയർക്ക് ലഭിക്കില്ലായിരുന്നു എന്ന കാര്യം പോകാനുറപ്പാണ്. ഞാൻ ഈ കൊണ്ടുവന്ന കാരിയസിനോട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും വരില്ല, നിങ്ങൾ സ്വകാര്യമായിട്ട് IG-ക്ക് DGP-ക്കോ മൊഴി കൊടുത്താൽ മതി. ഭാര്യ പറഞ്ഞ അന്വറാക്കാൻ നിങ്ങൾ അപ്പൊ പറയുന്നതൊക്കെ ശരിയായിരിക്കും. ഇത് കഴിഞ്ഞാൽ ഇവരൊക്കെ ഒന്നായിരിക്കും, ഞങ്ങൾ വീണ്ടും കുടുങ്ങും. അപ്പൊ ഞാൻ 1-2 ആളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏതായാലും നിങ്ങളെ ഏർപ്പാട് ഇതാണ്, സ്വർണം കൊണ്ടുവരിക, കടത്തുക, പിന്നെയും പോവുക, ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. അപ്പൊ ഈ പോലീസിന്റെ ശല്യെങ്കിലും നിങ്ങൾക്ക് ഒഴിവായി കിട്ടുമല്ലോ. ഇക്ക സഹായിക്കണമെന്നും പറഞ്ഞ് സ്വർണ്ണക്കള്ളക്കടത്ത് തൊഴിലാളികളായിട്ടുള്ള പാവം കനകമൂലന്മാർ തന്നെ സങ്കടമുണർത്തിക്കാൻ എത്താറുണ്ടെന്ന് പറഞ്ഞ് തേങ്ങിയ വെറിയൻ സാഹിബിനെ ഈ പോങ്ങൻ ചാനലിലൂടെ കണ്ടത് കനത്ത സഹതേങ്ങലോടുകൂടിയാണ്. മനസാക്ഷിയും മനുഷ്യപ്പറ്റുമുള്ള നല്ലൊരു കനക കർഷകന് മാത്രമേ സ്വർണ്ണ വിതരണക്കാരായിട്ടുള്ള കനകമൂലന്മാരുടെ കള്ളക്കടത്ത് പ്രതിസന്ധികൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റൂ. ആഫ്രിക്കയിൽ സ്വന്തമായി കനക കൃഷിയുള്ള ആളാണല്ലോ നമ്മുടെ ഈ വെറിയൻ സാഹിബ്. ഖനിപാടത്ത് വിളയുന്ന സ്വർണ്ണക്കണ്ടികൾ മൂലക്കുഴിയിൽ പൂഴ്ത്തി കനകാസക്തരിലേക്ക് നികുതി ഭാരമില്ലാതെ എത്തിക്കുന്ന കനകവാഹകന്മാരെ ആഫ്രിക്കയിലും കണ്ടുപരിചയമുള്ള ആളാണ് നമ്മുടെ ഈ വെറിയൻ സാഹിബ്. സ്വർണ്ണഖനിയേക്കാൾ ജനസേവന വ്യവസായമാണ് കേരളത്തിൽ ലാഭകരമെന്നറിയാവുന്നതിനാൽ അൻവറിയൻ മലയാള മണ്ണിൽ പൊതുപ്രവർത്തനത്തിലാണ് മൂലധനം നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ മൂലം ആവർത്തിച്ച് വരുമ്പോൾ പീറ്ററിനെ പോലുള്ള നമ്മുടെ സാംസ്കാരിക സമ്പന്നരായിട്ടുള്ള സഹജീവികൾക്ക് സ്വല്പം പ്രയാസം ഉണ്ടാവുന്നുള്ളത് പോകാൻ അറിയാം. എങ്കിലും ഈ വിഷയം തീർച്ചയായിട്ടും മൂലം അർഹിക്കുന്ന വിഷയം തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് മൂലത്തെ വിടാതെ പോകാൻ അങ്ങ് പിടികൂടിയിരിക്കുന്നത്. പീറ്റർ ക്ഷമിക്കുക. അതുപോട്ടെ, എന്തായാലും ഹരിത കേരളീയരായിട്ടുള്ള യുവ കനകമൂലന്മാരെ വ്യാപാര പങ്കാളികളെ പോലെ കണ്ട് അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ ഈ വെറിയൻ സാഹിബ് അവർക്കായി നിലകൊള്ളുന്നത്. ആ മനുഷ്യൻ കേരളീയ കനകവാഹകർ നൽകിക്കൊണ്ടിരിക്കുന്ന സവിശേഷ കരുതൽ കണ്ടാണ് ഈ പോങ്ങൻ
തേങ്ങൻ ആയതെന്ന കാര്യം മറച്ചു വെക്കുന്നില്ല കേട്ടോ. കനക കള്ളക്കടത്തുകാരെ വേട്ടയാടുന്ന പോലീസിനോട് വെറിയൻ സാഹിബിന് പകവരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കൊടും വർഗീയവാദികളും ഘോര സമാധാന വിരുദ്ധരുമാണ് സംഘികളെന്ന് ലോക സമൂഹം അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണെന്ന് വെറിയൻ സാഹിബിന് വളരെ നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടായി സംഘികളുടെ ഭരണത്തിന് കീഴിലാണ് ഈ രാജ്യം. ഇന്ത്യ മഹാരാജ്യത്തെ മഹാഭാരതമായി കണ്ടുകൊണ്ടാണ് സംഘികൾ ഭരണം കാഴ്ചവെക്കുന്നത്. സംഘികളെ തുരത്തി ആ ഭാരതത്തെ തിരിച്ച് ഇന്ത്യയാക്കണമെങ്കിൽ അതിന് ആദ്യം ഭാരതീയ സമ്പദ് വ്യവസ്ഥയെ നന്നായിട്ട് തകർക്കണം. ഭാരതത്തെ ഇന്ത്യയാക്കാൻ ഉറച്ചുകൊണ്ട് ഹരിത കേരളീയരായിട്ടുള്ള യുവാക്കൾ നടത്തുന്ന സാമ്പത്തിക സമരമാണ് ഈ സ്വർണ്ണ കള്ളക്കടത്ത് അഥവാ മൂല ജിഹാദ്. വർഗീയവാദികളായിട്ടുള്ള സംഘികളെ തുരത്തി മതേതര ബാധിതമായിട്ടുള്ള ഇന്ത്യയെ നിർമ്മിക്കാനായി ഹരിത കേരളീയർ നടത്തുന്ന മൂല ജിഹാദാണ് ഈ സ്വർണ്ണ കള്ളക്കടത്ത്. അതാണ് പോകൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സത്യം പറ. സാഹചര്യം അങ്ങനെയാവുമ്പോൾ കനകമൂലന്മാർക്ക് പച്ച വെളിച്ചം തെളിച്ചു കൊടുക്കുന്നതിന് പകരം അവരുടെ മൂലക്കുഴി തോണ്ടി കനക കണ്ടി പുറത്തെടുക്കുകയാണ് നമ്മുടെ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും വെറിയൻ സാഹിബിന്റെ കണ്ണിൽ ആ പോലീസുകാർ RSS ബന്ധമുള്ളവരാകും, അല്ലെ? RSSകാരാണല്ലോ മൂലധനത്തിന് എതിരായിട്ടുള്ള കക്ഷികൾ. മാത്രവുമല്ല, തന്റെ കളവ് പോയിട്ടുള്ള കമ്പിയിൽ വേവലാതി കൊള്ളാത്തവരും ഷാജൻ സ്കറിയെ പിടിച്ച് കമ്പി എണ്ണിക്കാത്തവരുമായിട്ടുള്ള പോലീസ് സേന ആഭ്യന്തര മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയും പോലീസും ഒക്കെ വെറിയൻ സാഹിബിന്റെ കണ്ണിൽ സംഘബന്ധുക്കളാവുക വളരെ സ്വാഭാവികമായ സംഗതി മാത്രമാണ്, അല്ലെ? നീതി ലഭിച്ചില്ലെങ്കിൽ നീ തീയാവണമെന്നും പറഞ്ഞ് വ്യാജനീതിയുടെ തീ സ്വന്തം നിക്കറിൽ കൊളുത്തി സ്വയം നീതിമാനായി ആളുന്ന ഒരു വിഡ്ഢിയാണ് നമ്മുടെ വെറിയൻ സാഹിബ്. അയാളെ ആഘോഷിക്കുന്നവരെ പറ്റി പോകനൊന്നും തന്നെ പറയാനില്ല. പക്ഷെ ഒരു സന്ദർഭം പോകൻ പറയാം. നാവെടുത്താൽ കള്ളം മാത്രം പറയുന്ന ഒരു പെരും നുണയൻ ഒരു ദിവസം രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് അങ്ങോട്ട് പറയുന്നു താൻ ഹരിശ്ചന്ദ്രനാണെന്ന്. അങ്ങനെ പറഞ്ഞു കേട്ടാൽ എന്താ സംഭവിക്കുക? ഒരു പെരും നുണയൻ രാവിലെ എഴുന്നേറ്റിട്ട് പറയാണ് ഞാൻ ഹരിശ്ചന്ദ്രനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കാൻ? സമാന ബുദ്ധിയുള്ള നുണയന്മാർ സംഘടിത ബുദ്ധിയോടുകൂടി അയാൾക്കൊപ്പം ചേർന്ന് ഹരിശ്ചന്ദ്രന്മാരായി മാറും. സാമാന്യ ബുദ്ധിയുള്ളവർ അത് നുണയായി കണ്ട് അവഗണിക്കും. നിഷ്കളങ്ക ബുദ്ധിയുള്ള ആളുകൾ എങ്ങാനും ഇയാൾക്ക് സദ്ബുദ്ധി ഉണ്ടായോ എന്നങ്ങോട്ട് സംശയിച്ചു പോകും. സ്വാഭാവിക ബുദ്ധിയുള്ളവർ അതിൻ്റെ പിന്നിൽ എന്തോ വലിയ ചതി മണത്ത് കൂടുതൽ അങ്ങോട്ട് കരുതലെടുക്കും. സൂക്ഷ്മ ബുദ്ധിയുള്ളവർ അയാൾ പറഞ്ഞതിനെ 2-1 എന്ന മട്ടിൽ മനസ്സിലാക്കി കളയും. അതായത് ഒന്നുകിൽ സഹജ ബുദ്ധിയോടുകൂടി നുണയൻ പറഞ്ഞ കള്ളം, അല്ലെങ്കിൽ തികഞ്ഞ ഭ്രാന്ത്. ഒന്നുകിൽ കള്ളം അല്ലെങ്കിൽ ഭ്രാന്ത്, അങ്ങനെ കരുതൂ. പെരും നുണയനെ ഹരിശ്ചന്ദ്രനായി കണ്ട് അക്കിടി പറ്റരുതെന്നും അയാൾ ഹരിശ്ചന്ദ്രനാണെന്ന് കാലം പറയുന്നതുവരെ അയാളെ നമ്പാതിരിക്കുന്നതാണ് ബുദ്ധിയെന്നും സാമൂഹ്യബോധവും പൗരബുദ്ധിയും സഹജീവി സ്നേഹവുമുള്ളവർ ഈ സമൂഹത്തോട് വിളിച്ചു കൂവും. എന്നാൽ പടുവിഡ്ഢികൾ മാത്രം അയാൾ പറഞ്ഞതിനെ പരമമായ സത്യമായി കണ്ട് ആ പെരും നുണയനെ വാഴ്ത്തിപ്പാടും, അയാളെ ഹരിശ്ചന്ദ്രനായി ആഘോഷിക്കും. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ വെറിയൻ സാഹിബ് തീർത്തും മതേതരനായിട്ടുള്ള ഒരു നീതിമാനായി മാറിയെന്ന് വിശ്വസിക്കുന്നവരും പെരും നുണയനെ ഹരിശ്ചന്ദ്രനായി അംഗീകരിക്കുന്നവരും ഒരേ ബുദ്ധിയുള്ള കൂട്ടരാണ്. ഒരു വിഡ്ഢിയുടെ കണ്ണിൽ ഏറ്റവും മണ്ടനായ മനുഷ്യൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആവും. ഐൻസ്റ്റീനെ ലോക പൊട്ടനായി മനസ്സിലാക്കുന്ന കേരളീയർക്ക് വെറിയൻ സാഹിബിനെ ഏറ്റവും നീതിമാനായിട്ടുള്ള മലയാളിയായി കാണാനും അവകാശമുണ്ട് എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു ചിന്ത. പോങ്ങൻ ആരുടെയും അവകാശത്തെ ഹനിക്കുന്ന ഒരാളല്ല. എന്തായാലും പോങ്ങൻ ഒരു കാര്യം ഉറപ്പുണ്ട്. സ്വർണ്ണക്കടത്തുകാരായിട്ടുള്ള യുവ ഹരിത കേരളീയരെ വേട്ടയാടാതിരിക്കുകയും ഈ വെറിയൻ സാഹിബിന്റെ കളവ് പോയിട്ടുള്ള കമ്പി ഉപേക്ഷ കൂടാതെ കണ്ടെത്തി കൊടുക്കുകയും അതുപോലെ തന്നെ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്ത് കമ്പി എണ്ണിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ നല്ലോണം നീതി കുറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള മൂലധനവുമായി നിൽക്കുന്ന വെറിയൻ സാഹിബിനെ ഇന്ന് തീർച്ചയായിട്ടും നമ്മൾ കാണുമായിരുന്നു. ഇതെങ്ങനെ അവർ സംശയിക്കുന്നത് കളവ് മുതലാണെന്ന്? അയാൾ ഇത് കളവായി കൊണ്ടുവന്നല്ല, അയാള് ടാക്സ് വെട്ടിച്ച് കടത്തിയതാണ്. സ്വർണം കൊണ്ടുവന്നതിന്റെ യാതൊരു നിയമ തടസ്സമില്ലല്ലോ. ആർക്ക് വേണമെങ്കിലും സ്വർണം കൊണ്ടുവരാം. കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ടാക്സ് അടക്കണം. ആ ടാക്സ് ആണ് ഇവർ വെട്ടിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഇത് കളവ് മുതലല്ല. അതുപോലെ തീവ്ര ദേശസ്നേഹികളും കൊടും മതേതരരും ഒപ്പം കനകക്കടത്തിന് വലിയ സംഭാവന നൽകുന്നവരും യുവഹരിത നവകേരളീയരുമായിട്ടുള്ള മൂലജിഹാദികൾ ധാരാളമുള്ള വെറിയൻ സാഹിബിന്റെ ജില്ലയിൽ സംഘിനാമധാരികളല്ലാത്തതും നല്ലോണം പച്ച വെളിച്ചത്തിൽ നടക്കാൻ കഴിവുള്ളവരും തീവ്ര സമാധാനം തുളുമ്പുന്ന പേരോടുകൂടിയതുമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രദ്ധിക്കുക കൂടി ചെയ്തിരുന്നു എങ്കിൽ നല്ലോണം നീതി കുറഞ്ഞും ഉയർന്ന മൂലധനം പേറിയും നിൽക്കുന്ന വെറിയൻ സാഹിബിനെയും നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുമായിരുന്നു. ഇവർ ഈ പ്രതിയെയും കൂട്ടിപ്പോയി ഓന്റെ ട്രൗസർ ഷഡ്ഡി അഴിച്ച് അത് ഉരുക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാണ് പണി ഈ പോലീസിൽ ചെയ്യുന്നത്?
പോലീസിന് എന്ത് ഉത്തരവാദിത്തം ഇതില്? കേരളീയ പൊതുസമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന്റെയും പേരിലല്ല നീതിമാന്റെ വേഷം കെട്ടി വെറിയൻ സാഹിബ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നതെന്ന കാര്യം നമ്മൾ മറക്കരുത്. ഒരു സാമൂഹ്യ പ്രശ്നത്തിന്റെയും പേരിലല്ല. നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിൽ കുടിവെള്ളമില്ലാതെ മനുഷ്യർ കഴിഞ്ഞത് ഒരാഴ്ചയാണ്. നമ്മൾ എല്ലാവരും സഹിച്ചു. ആരും ഒരു പരാതിയും പറഞ്ഞില്ല, അല്ലെങ്കിൽ പരാതി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല എന്ന് പറയുന്ന അത്രയും തീവ്രമായിട്ടുള്ള ഒരു സഹനശേഷി ആളുകൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു എന്ന് വേണം, അല്ലെങ്കിൽ ഉണ്ടാക്കിപ്പിച്ചെടുത്തു നമ്മുടെ സർക്കാർ. അൻവറിന് ഒരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലോ അതിനെക്കുറിച്ച്. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു തരത്തിലുമുള്ള പൊതുവായ വിഷയങ്ങളിൽ ഒന്നും തന്നെ അൻവറി എന്തെങ്കിലും പറഞ്ഞു കേട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം വെപ്രാളപ്പെട്ടതും ഏറ്റവും അധികമായിട്ട് സങ്കടം അനുഭവിച്ചതുമായിട്ടുള്ള വിഷമം എന്ന് പറയുന്നത് ഏതാണ്ട് 2300 എത്ര അൻവറെ, എത്ര ലക്ഷം രൂപയുടെ അൻവറെ? 9 ലക്ഷം രൂപയുടെ സാമാനം പോയി. 2300 ചില്ലുവാനം ഭാരമുള്ള കമ്പി പോയി എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളി വെപ്രാളപ്പെട്ടത്. അതിനുശേഷമാണ് ഈ ബഹളങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയെടുത്തത്. ഇതിന്റെ ഒക്കെ പിന്നിൽ എന്തൊക്കെയോ. കേരള dominant party CPM vote share 32%, their Muslim vote 26%, CPM vote is 32%. So this means ये है golden, ये हमारा मौका है, this is a golden opportunity. സുടുബാധിതരായിട്ടുള്ള എല്ലാം കൂടി കൃത്യമായും ഒരു പാർട്ടി ഉണ്ടാക്കി. What I am trying to tell you is that the popular front should try to build up more leaders. What I am trying to tell you is that the popular front should try to build up more leaders. ചില കാര്യം തിരിച്ചറിയാൻ സമയമെടുക്കുക ചിലപ്പോൾ. ये हमारा मौका है, this is a golden opportunity. കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. എന്താണ്? നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ 30% കൂടുതൽ CPM അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ്. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം, പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി, അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും. പക്ഷെ അതിനുള്ള നേതൃത്വം വേണം.